അതോടൊപ്പം മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള പന്തൽ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പന്തൽ ഒരുക്കുന്നത്. വിപുലമായ സൗകര്യങ്ങളോടെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിനായി പന്തൽ തയ്യാറാകുന്നത്. 3000 പേർക്ക് ഇരിക്കാവുന്ന പന്തലിന്റെ നിർമ്മാണം ഈ മാസം 18-ന് മുൻപ് തീർക്കാനാണ് ലക്ഷ്യമിടുന്നത്. പ്രവീൺ പുരുഷോത്തമൻ പമ്പയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടി നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ പമ്പയിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് പമ്പ ത്രിവേണിയിലാണ്. ഇവിടെ നിന്നും ഏതാനും ചൂടുകൾ മാത്രം മാറിയാണ് ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള കൂറ്റൻ വേദി ഒരുങ്ങുന്നത്. ആ വേദി നമുക്കൊന്ന് കാണാം. ഈ കാണുന്നതാണ് ആഗോള അയ്യപ്പ സംഗമത്തിനായി നിർമ്മിക്കുന്ന കൂറ്റൻ പന്തൽ. 36,400 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് നിർമ്മാണം. ജർമ്മൻ സാങ്കേതിക വിദ്യയിലാണ് ആഗോള അയ്യപ്പ സംഗമത്തിനായുള്ള പന്തൽ നിർമ്മിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന വേദിയുടെ പ്രവേശന ഭാഗമാണിത്. ഇവിടെയായിരിക്കും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തുന്നവരുടെ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ നടത്തുക. പൂർണ്ണമായും ശീതീകരിച്ച പന്തലാണ് ആഗോള അയ്യപ്പ സംഗമത്തിനായി ഒരുക്കുന്നത്. ഈ കൂറ്റൻ പന്തലിൽ 3000 പേർക്ക് ഒരേ സമയം ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാം. മുഖ്യമന്ത്രി ഉൾപ്പെടെ വിശിഷ്ട വ്യക്തികൾക്ക് ഇരിക്കാനുള്ള സ്റ്റേജാണ് ഇവിടെ തയ്യാറാക്കുന്നത്. 42 സ്ക്വയർ ഫീറ്റ് വീതിയും 82 സ്ക്വയർ ഫീറ്റ് നീളത്തിലുമാണ് സ്റ്റേജ് തയ്യാറാക്കുന്നത്. ഈ സ്റ്റേജിന് പുറകുവശത്ത് ഒരു VIP വെയിറ്റിംഗ് റൂം കൂടി തയ്യാറാക്കുന്നുണ്ട്. അവിടെ 28 പേർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യമായിരിക്കും ഉണ്ടാവുക. ടോയ്ലറ്റ് സംവിധാനങ്ങളോട് കൂടിയാണ് പ്രധാനപ്പെട്ട സ്റ്റേജിന് പുറകുവശത്തായി VIP വെയിറ്റിംഗ് റൂമും തയ്യാറാക്കുന്നത്. 18-ന് മുമ്പ് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് നിർദ്ദേശം വന്നിട്ടുള്ളത്. ഈ മാസം 17-ന് തന്നെ ഈ പന്തലിന്റെ നിർമ്മാണം പൂർത്തീകരിക്കും. ഈ മാസം 20-നാണ് ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടക്കുക. ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതി സംബന്ധിച്ച് വിശദമായ ചർച്ച ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉണ്ടാകും. കർമ്മ പദ്ധതികൾക്കും രൂപം നൽകും. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.